വിദ്യാഭ്യാസത്തിലെ ICT പ്രധാന പോയിന്റുകളാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ അടിസ്ഥാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോർ കോൺസെപ്റ്റ്സ്. ലേണിംഗ് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയും ഇൻ്റർനെറ്റുകളിലൂടെയും നടത്തുന്ന പഠനമാണ് ലേണിംഗ്. ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായ ക്ലാസ് മുറി പഠനവും ഓൺലൈൻ ഡിജിറ്റൽ പഠനവും സംയോജിപ്പിക്കുന്ന രീതിയാണ്. OER ഫുൾ ഫോം നോക്കി വയ്ക്കണം. ഓപ്പൺ എഡ്യൂക്കേഷണൽ റിസോഴ്സസ്. സൗജന്യമായി ലഭ്യമാകുന്നതും ലൈസൻസ് ഉള്ളതുമായ ഡിജിറ്റൽ പഠന അധ്യാപന വിഭവങ്ങളാണ് OER. MOOC ഇതിൻ്റെ ഫുൾ ഫോം പല പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സാണ്, പഠിച്ചു വെക്കണം. ഇൻ്റർനെറ്റ് വഴി ആർക്കും പഠിക്കാവുന്ന രീതിയിലുള്ള കോഴ്സുകളാണ് MOOC പ്രൊവൈഡ് ചെയ്യുന്നത്. LMS ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. വിദ്യാഭ്യാസ കോഴ്സുകളുടെ നടത്തിപ്പ്, രേഖപ്പെടുത്തൽ, ട്രാക്കിംഗ്, റിപ്പോർട്ടിംഗ് എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് LMS. ഉദാഹരണത്തിന് മൂഡിൽ, ക്യാൻവാസ് തുടങ്ങിയവയാണ്. ഇനി പ്രധാന പ്ലാറ്റ്ഫോമുകളും പദ്ധതികളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിലുള്ളതാണ് പറയുന്നത്. സ്വയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വയത്തിൻ്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഓൺലൈനായി നൽകാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ പദ്ധതിയാണ് സ്വയം. സ്വയംപ്രഭ എന്ന് പറഞ്ഞാൽ ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസ പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്ന 40 DTH ചാനലുകളുടെ കൂട്ടായ്മയാണ്. NPTEL സാങ്കേതിക വിദ്യാഭ്യാസത്തിനായുള്ള നാഷണൽ പ്രോഗ്രാമാണ്. PG പാഠശാല എന്ന് പറഞ്ഞാൽ PG കോഴ്സുകൾക്കായുള്ള വിദ്യാഭ്യാസ പോർട്ടലാണ്. NDLI നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ. ഫുൾ ഫോം നോക്കി വയ്ക്കണം. പഠന വിഭവങ്ങളുടെ വലിയൊരു വിർച്വൽ ശേഖരമാണ് NDLI. ഇനി കേരളത്തിലെ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൈറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ ഫോം പഠിക്കണം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ്. വിക്ടേഴ്സ് എന്താണെന്ന് നോക്കണം. വിക്ടേഴ്സിൻ്റെ ഫുൾ ഫോമും പഠിച്ചു വെക്കേണ്ടതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ വിദ്യാഭ്യാസ ചാനലാണ് വിക്ടേഴ്സ്. സമഗ്ര കേരള സിലബസ് പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ വിഭവങ്ങൾ ലഭിക്കുന്ന പോർട്ടലാണ്. ഇനി ഹൈടെക് സ്കൂൾ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ സർക്കാർ സ്കൂളുകളിൽ IT സൗകര്യങ്ങൾ, അതായത് പ്രോജക്ടറുകൾ, ലാപ്ടോപ്പുകൾ, ഇൻ്റർനെറ്റ് ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് ഹൈടെക് സ്കൂൾ പ്രോജക്റ്റ്. ഇനി അധ്യാപനത്തിനുള്ള ഡിജിറ്റൽ ടൂളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആശയവിനിമയം ചെയ്യാനായിട്ടുള്ളതാണ് ഗൂഗിൾ മീറ്റ്, സൂം, മൈക്രോസോഫ്റ്റ് ടീംസ്. ഇനി മൂല്യനിർണ്ണയത്തിനുള്ളതാണ് കാഹൂട്ട്, ക്വിസിസ്, ഗൂഗിൾ ഫോംസ്, മെൻറ്റിമീറ്റർ. വിഭവ നിർമ്മാണത്തിനുള്ളതാണ് OBS സ്റ്റുഡിയോ, ക്യാൻവ, സ്ക്രീൻ റെക്കോർഡിംഗ് ടൂളുകൾ. പിന്നെ സഹകരണം വരുന്നത് ഗൂഗിൾ ഡോക്സ്, പാഡ്ലെറ്റ്, ജാംബോർഡാണ്. ഇനി അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സമയവും സ്ഥലവും പരിഗണിക്കാതെ പഠിക്കാനുള്ള സൗകര്യം പ്രദാനം ചെയ്യുന്നുണ്ട്. വീഡിയോ, ആനിമേഷൻ, ഓഡിയോ തുടങ്ങിയ വിവിധ മാധ്യമങ്ങളുടെ സംയോജനമാണ്. ഓരോരുത്തർക്കും സ്വന്തം വേഗതയിൽ പഠിക്കാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. കൂടുതൽ സഹകരണത്തോടെയുള്ള പഠനവും ആഗോളതലത്തിലുള്ള അറിവ് നേടാനുള്ള അവസരവും നൽകുന്നു.